ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ചെറിയൊരു മേക്കപ്പിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ശങ്കരേട്ടൻ്റെ നാട്ടിലെ പൂരാണെന്ന്. അപ്പോൾ ബ്രോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മിറ്റിയുണ്ട്. അപ്പോൾ അവരുടെ ടീമിൻ്റെ പ്രോഗ്രാമായിട്ട് ഇറങ്ങുന്നതാണ് ഇവരുടെ ട്രൂപ്പിൻ്റെ പേര് ശക്തിമായ എന്നാണ്. അപ്പോൾ അവിടെ കസാരയിൽ ഇരുന്നിട്ട് സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ചേട്ടനാണ് കേട്ടോ അതിൻ്റെ ഓണർ. അത് അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ. ആ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് ആ ചേട്ടൻ്റെ വൈഫാണ്. ഒരു വെറൈറ്റി പ്രോഗ്രാമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ മൂഡാണ്. അപ്പോൾ ഇവർ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ എടുത്തോളം പറഞ്ഞു. ഇതാണ് കേട്ടോ ഓണർ. ആള് കെട്ടുന്നത് ദേവിയുടെ ക്യാരക്ടറാണ്. ബാക്കി എല്ലാവരും ഈ ഒരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നെ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരാണ് ഓൾറെഡി ഇവരെ മേക്കപ്പൊക്കെ ചെയ്യുന്നത് കണ്ടതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്ര വലിയ പേടി തോന്നിയില്ല. അവർ പറയണ രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര പേടിയായിരിക്കുന്നു. രാത്രിയാകുമ്പോൾ ഞാൻ കാണാൻ വേണ്ടിയിട്ട് നിന്നില്ല കേട്ടോ. അവരെന്നോട് ബെറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ബെറ്റിനൊന്നും ഇല്ല, എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാണ് ഉണ്ടായത്. അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ വേഷവും കാര്യങ്ങളൊക്കെ ആയി വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ച് നേരം ഇവരുടെ പ്രോഗ്രാം പകൽ കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ലേ. ഞാനത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടോ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ അവർ. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു, അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് കേട്ടോ ആ മേക്കപ്പൊക്കെ ചെയ്യുന്നത്. ഒരുപാട് സമയം, കാരണം ഒരു 5-6 പേരുണ്ട്. എല്ലാവരെയും ആ ചേച്ചി തന്നെയാണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു അടിപൊളി ആർട്ടിസ്റ്റാണ് കേട്ടോ ആളുടെ എന്താ കഴിവിൻ്റെ ഭാഗമായിട്ടാണ് അവരെ ഇത്രയും എന്താ പറയുക ലുക്കിൽ കാണാൻ പറ്റുന്നത് നമുക്ക്. അവരെ കണ്ടാൽ നമ്മൾ പേടിക്കുന്നുണ്ട് ചിങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ട് ചിങ്ങി, അതാ ചേച്ചിയുടെ ആർട്ടിൻ്റെ കഴിവ് കൊണ്ടാണ്. നമ്മൾ പറയില്ലേ ഓരോരുത്തരുടെ കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ഫുഡ് കഴിക്കലും മേക്കപ്പ് ചെയ്യലും ഒക്കെ കഴിഞ്ഞു. മേക്കപ്പ് ചെയ്തതിൻ്റെ ശേഷമാണ് കേട്ടോ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരതൊക്കെ കഴിച്ചു, ഡ്രസ്സൊക്കെ മാറി പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ അവരുടെ അടുത്ത് പറയാൻ കേട്ടോ. അപ്പോൾ അവർ എന്നോട് പേര് മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞു വരുമ്പോഴത്തേനും എനിക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് തന്നെ പേര് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു ബായൊക്കെ പറഞ്ഞു പോവാണ് കേട്ടോ. ശരൺരാജ് ശരമണി ഷാവോലിൻ കേക്കല്ല കേട്ടോ. ആദ്യം വേറെ ആയിരുന്നു. സച്ചിൻ ആളുടെയോ ചേട്ടാ രഞ്ജിത്ത്. പക്ഷെ ഈ ചേട്ടനാണ് ഇതിലത്തെ മെയിൻ, അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ വരും. എല്ലാരും പരിപാടിക്ക് കാണുക വെച്ചെങ്കില് ജ്യൂസ്, കേക്ക്, ബിസ്ക്കറ്റ് ഒക്കെ എന്റെ അടുത്തേക്ക് വരണം. അത് കൊണ്ടുവന്ന ആൾക്കാരെ ഞാൻ പേടിപ്പിക്കൂല. ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ നിൽക്കുക. ആ വരുന്ന മണി